ഇന്ന് രാവിലെ 5 മണിക്കുള്ള വീഡിയോ തൊട്ട് എടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേങ്കിൽ കുറച്ച് ലേറ്റായി ഞാൻ എഴുന്നേൽക്കാനായിട്ട്. അതുകൊണ്ട് പെട്ടെന്ന് മോനെ പറഞ്ഞു വിട്ടിട്ട് ഷീജാനുള്ള ലഞ്ച് റെഡിയാക്കുവാണ്. ഇന്ന് കോവയ്ക്ക തോരനാണ് ഉണ്ടാക്കുന്നത്. ഈ കോവയ്ക്ക ഷീജാൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. അത് പച്ചയ്ക്കാണെങ്കിലും ആൾ കഴിച്ചോളും. എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത വെജിറ്റബിളും. അപ്പം ഇന്ന് ചോറും കോവയ്ക്ക തോരനും ഉരുളക്കിഴങ്ങും ഉള്ളിത്തണ്ടും കൊണ്ടുള്ള ഒരു മസാലക്കറിയും പിന്നെ മീൻ വറുത്തതുമാണ്. കേരച്ചൂരയാണ് മീൻ വറുത്തത്. ഒട്ടും മുള്ളില്ലാത്ത മീൻ നോക്കി വറുത്തെടുത്തതാണ്. പിന്നെ ചോറിൽ ഒഴിച്ച് കഴിക്കാനായിട്ട് ഇന്ന് മോരുകറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ഇന്ന് വെച്ച് കൊടുക്കുന്നത് ഓറഞ്ചും കൂടിയാണ്. അപ്പോൾ ഷീജാനുള്ള ടിഫിൻ റെഡിയാക്കി പിന്നെ ഞാൻ നേരെ നടക്കാനായിട്ട് പോയിട്ട് വരുന്ന വഴി മിക്കവാറും ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറാറുണ്ട്. ഇന്നാണെങ്കിൽ പാലും അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ മീൻ ഏരിയയിൽ ചെന്നപ്പോഴത്തേനും അവർ കുറച്ച് പരിഞ്ഞിലോട് ചേച്ചി കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് അവർ തന്നു. ഇത് പൈസയ്ക്കൊന്നും അല്ല കേട്ടോ. ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 14 വർഷം കഴിഞ്ഞ്. ഞാൻ കൂടപ്പിറപ്പുകളെ പോലെ കാണുന്നതും എന്നെ ചേച്ചിയെപ്പോലും അനിയത്തിയെപ്പോലും ഒക്കെ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. അവർ തരുന്നതാണിത്. ഈ വലിയ കാണുന്ന പരിഞ്ഞിലുണ്ടല്ലോ, അത് നെയ്മീൻ്റെ പരിഞ്ഞിലാണ്. ബാക്കിയൊക്കെ മത്തിയുടെയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊന്ന് പൊരിച്ചെടുക്കാമെന്ന്. അതിനായിട്ട് കുറച്ച് സവാളയും പിന്നെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ട് ഞെരടിയെടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പീരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ വാഴയിലയിൽ അങ്ങോട്ട് പരത്തിയിട്ടൊക്കെ ചുട്ടെടുത്ത് തരാറുണ്ടായിരുന്നു വീട്ടിൽ മമ്മി. ഇപ്പം നമുക്ക് അതിന് സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്കൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു സൈഡ് കുക്കായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചിക്കി എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ ഈ പരിഞ്ഞിലൊക്കെ ആണെങ്കിലും മീനാണെങ്കിലും ഒക്കെ നന്നായിട്ട് മൂത്ത് കിട്ടണേ. അപ്പം ഇത് കേട്ടോ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ പരിഞ്ഞിലൊക്കെ ആണെങ്കിൽ വല്ലപ്പോഴും കിട്ടുന്ന സാധനം ആയതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും തന്നെ വേസ്റ്റ് ആക്കാറില്ല. ഇത് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ തന്നെ ഞാൻ കഴിപ്പ് തുടങ്ങും. കാരണം ഞാൻ മാത്രമേ ഇത് കഴിക്കത്തുള്ളൂ. മോനും ഷീജാനും ഒന്നും ഇത് കഴിച്ച് ശീലം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർക്ക് കൊടുത്താൽ അവർ കഴിക്കാറില്ല. ഇന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ചിന് പിന്നെ ചോറും കോവയ്ക്ക തോരനും മത്തി വറുത്തതും പരിഞ്ഞിലും ഒക്കെ ആയിരുന്നു. മോരുകറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പരിഞ്ഞിൽ വറുത്തതും നല്ല ചൂട് ചോറും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ്. പിന്നെ ഒരു ആഡംബരത്തിന് ഇച്ചിരി കടുമാങ്ങ അച്ചാറും വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ലഞ്ച് ഇതായിരുന്നേ.